നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിലെ യു-ടേൺ യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ അടച്ചതിൽ KK രാമചന്ദ്രൻ MLA പ്രതിഷേധം രേഖപ്പെടുത്തി. യാത്രക്കാർക്ക് ബസ് കയറുന്നതിനുള്ള ബദൽ സംവിധാനം ഒരുക്കാതെയാണ് ദേശീയപാത അധികൃതർ യു-ടേൺ അടച്ചത്. കടങ്ങോട് എയ്യാൽ ചിച്ചിലങ്ങാട് വൻ മൺഖനനത്തിന് നീക്കം. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ മണ്ണെടുപ്പ് തടഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ 5ാം ഉത്സവം ആഘോഷിച്ചു. രാവിലത്തെ ശീവേലി എഴുന്നള്ളത്തും രാത്രിയിലെ വിളക്കും ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെട്ടിങ്ങാട് സെന്റ് ആന്റണീസ് തീർത്ഥ കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് തീർത്ഥാടക പ്രവാഹം. ആഘോഷമായ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. KSCB പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓഫീസിന് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം സേവ്യർ ചിച്ചിലപ്പള്ളി MLA നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം, സ്റ്റാർട്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്റ്റാർട്സ് പ്രീ പ്രൈമറി വർണ്ണകൂടാരം SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ക്ലാസ് റൂമിന്റെയും ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. MLA സേവ്യർ ചിച്ചിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പ്രവാസ ലോകത്തിന്റെ ജീവിതഗന്ധിയായ കഥ പറഞ്ഞ സൈനുദ്ദീൻ ഖുറൈഷിയുടെ പുതിയ കഥകൾ റൂഹാനി പ്രകാശനം ചെയ്തു. പുസ്തക പ്രകാശന സദസ്സ് ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ടെമ്പിൾ സിറ്റി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൂലൂർ യോഗിനി മാതാ ബാലിക സദസ്സിലേക്ക് ക്ലോത്ത് ബാഗ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ പീതാംബരൻ രാരംഭത്ത് വിതരണം ചെയ്തു. റീജിയണൽ ചെയർപേഴ്സൺ ലയൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ബാച്ച് വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നതിനായി ഫണ്ട് നൽകി. സ്കൂളിൽ നടന്ന ബാച്ചിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൽ പ്രിൻസിപ്പാൾ ഷീബ ജോസ് ചെക്കിന്റെ മാതൃക ഏറ്റുവാങ്ങി. തൊയക്കാവ് സഫ്തർ ഹാഷ്മി ഗ്രാമീണ വേദിയും ഏങ്ങണ്ടിയൂർ ഇളയാൽ സ്വിമ്മിംഗ് അക്കാദമിയും സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകി. ക്യാമ്പിൽ 100ഓളം കുട്ടികളാണ് നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയത്. അപൂർവമായി മാത്രം നടന്നുവരുന്ന ചന്ദ്രപൊങ്കാല മഹോത്സവത്തിന് മുള്ളൂർക്കര ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രം വേദിയായി. ക്ഷേത്ര ശാന്തിക്കാരൻ രാജീവ് പൂജാകർമ്മങ്ങൾക്ക് കാർമ്മികത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന കലാസന്ധ്യകൾക്ക് തുടക്കമായി. പാവറട്ടി തീർത്ഥ കേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഫൊറോന തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ ലോനമുത്തപ്പന്റെ തിരുനാൾ 14, 15, 16 തീയതികളിൽ ആഘോഷിക്കും. 14-ന് അമ്പ് എഴുന്നള്ളിപ്പ് നടക്കും. 15-ന് വൈകിട്ട് ആന എഴുന്നള്ളിപ്പോടുകൂടി അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് പ്രസിദ്ധമായ കൂടുതൂർക്കൽ ചടങ്ങും പ്രദക്ഷിണവും നടക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.